ഹായ് ഓൾ, വെൽക്കം ടു എജുവാലി. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഏത് ടാബിനെ കുറിച്ചാ? റിവ്യൂ ടാബിനെ കുറിച്ചാ. നമ്മൾ ഈ ഒരു സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേർഡിനകത്ത് ഏതൊക്കെ ടാബുകളുണ്ട്, ആ ടാബിന് എത്ര ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട കണ്ടന്റുകൾ അറിഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ് എന്നുള്ളൊരു റിവിഷൻ ക്ലാസ്സസ് ആണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ അറ്റൻഡൻസ് നിങ്ങൾ ഇതിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അറ്റൻഡൻസിന്റെ ഫോം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ നമുക്ക് ക്ലാസ് തുടങ്ങാം. സോ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എന്ത് പഠിച്ചു? ഹോം ടാബിലെ കണ്ടന്റുകൾ പഠിച്ചു. പിന്നെന്താണ്? ഇൻസേർട്ട് പഠിച്ചു. ഇൻസേർട്ട് നമ്മൾ 2 ക്ലാസ് ആയിട്ടാണ് പഠിച്ചത് അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പേജ് ലേഔട്ട് പഠിച്ചു. പിന്നെന്താ പഠിച്ചേ? പേജ് ലേഔട്ട് കഴിഞ്ഞിട്ട് നമ്മൾ റഫറൻസ് പഠിച്ചു. ദെൻ മെയിലിങ്സ് പഠിച്ചു. അപ്പൊ ഇത്രയും പഠിച്ചു കഴിഞ്ഞു, ഇത്രയും കണ്ടന്റ് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് 2 പഠിക്കാനുള്ളൂ. അതിൽ ആദ്യത്തേതാണ് റിവ്യൂ. അതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇനി പഠിക്കാനുള്ളതാണ് വ്യൂ. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ റിവ്യൂ ടാബിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഞാൻ ഈ മൈക്രോസോഫ്റ്റ് വേർഡ് പഠിക്കുന്നതിന്റെ ഒരു ഗ്രാഫ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മല കയറുന്നത് പോലെയാണ്. ഇങ്ങനെ കയറി നമ്മൾ ഇവിടെ എത്തി, നമ്മൾ ഇറങ്ങുവാണ്. നമ്മൾ കയറ്റം കയറി ടോപ്പിലെത്തി, ഫ്ലാഗ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു? താഴെ ഇറങ്ങാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇന്ന് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. റെഫറൻസ് ടാബും മെയിലിംഗും പഠിച്ചതിനെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമുള്ള ടാബാണ് ഇന്നത്തെ. നമ്മളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വേരിയസ് LD ടൈപ്പിസ്റ്റിലെ റാങ്ക് ഹോൾഡേഴ്സ് ആണ്. എല്ലാവർക്കും വലിയൊരു കൺഗ്രാജുലേഷൻസ്. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ ഇത്രയും മുഖങ്ങൾ കാണാൻ സാധിച്ചതിന്. എന്നും പറയുന്ന പോലെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ജോലിയിൽ പ്രവേശിക്കാനായിട്ട് കഴിയട്ടെ. ദെൻ ബാക്ക് ടു നമ്മളുടെ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇന്ന് നോക്കുന്നത് റിവ്യൂ ടാബിനെ കുറിച്ചാണ്. സോ റിവ്യൂ ടാബില് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ആദ്യത്തേത് എന്നത്തെയും പോലെ എത്രാമത്തെ ടാബാന്നുള്ളത് പഠിക്കണം. എത്രാമത്തെയാണ്? 6ാമത്തെ ടാബാണ്. ഓക്കെ, 6ാമത്തെ ടാബാണ്. 6ാമത്തെ കമാൻഡ് ടാബാണ്. ആദ്യമായിട്ട് വരുന്നവരുടെ അടുത്ത് ഒന്നുകൂടെ പറയാം. കമാൻഡ് ടാബ് എന്ന് പറയുന്നത് നമ്മളൊരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഓപ്പൺ ആക്കുമ്പോൾ ഡീഫോൾട്ട് ആയിട്ട് കാണുന്ന ടാബിനെയാണ് കമാൻഡ് ടാബ് എന്ന് പറയുക. വേർഡിനകത്ത് എത്ര ഉണ്ട്? വേർഡിനകത്ത് എത്ര ഉണ്ട്? 7 കമാൻഡ് ടാബാണുള്ളത്. നമ്മൾ ഇന്ന് അതിനകത്തെ 6ാമത്തെ കമാൻഡ് ടാബിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ആൻഡ് ദിസ് ടാബ് is dedicated for checking document. This tab is dedicated for checking document before final submission. നമ്മൾ ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഹയർ അതോറിറ്റിക്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും കാര്യങ്ങളും ചെക്ക് ചെയ്യാനുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ റിവ്യൂ ടാബ് കൊണ്ട് ഉപയോഗിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹയർ അതോറിറ്റിക്ക് ചെക്ക് ചെയ്യാൻ കൊടുത്തു, അപ്പൊ അതിന്റെ കുറച്ച് റിവിഷൻസ്, കുറച്ച് മാറ്റങ്ങളൊക്കെ അവർ ഇങ്ങോട്ട് പറഞ്ഞു തരും. അത് നമ്മുടെ ഡോക്യുമെന്റിലെ പല സ്ഥലങ്ങളിലായിട്ടായിരിക്കും എഴുതി വെച്ചിട്ടുണ്ടാവുക. അങ്ങനെയുള്ള കണ്ടന്റുകൾ എടുക്കാൻ സഹായിക്കുന്ന ഒരു ടാബാണ് റിവ്യൂ ടാബ്. അതായത് നമ്മൾ എഴുതിയിട്ടുള്ള കണ്ടന്റിന്റെ റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ് ഈ ടാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യാം. ഓക്കെ, ദെൻ ഈ റിവ്യൂ എന്ന് പറയുന്ന ടാബിന് 6 ഗ്രൂപ്പാണുള്ളത്. ആ റിവ്യൂ ടാബിന്റെ 6 ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് പ്രൂഫിങ്, കമന്റ്, ട്രാക്കിംഗ്, ചേഞ്ച്, കമ്പയർ, അതുപോലെ പ്രൊട്ടക്ട്. ഇതാണ് റിവ്യൂ ടാബിന്റെ 6 ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? പ്രൂഫിങ്, കമന്റ്, ട്രാക്കിംഗ്, ചേഞ്ച്, കമ്പയർ, പ്രൊട്ടക്ട്. ക്ലിയർ? നമുക്ക് ഇത്തവണ ഇങ്ങോട്ട് വരാം, വലത് സൈഡിൽ നിന്ന് ഇടത്തേക്ക് വരാം. ഓക്കെ, സോ ആദ്യത്തെ കണ്ടന്റ് ആണ് പ്രൊട്ടക്ട് എന്ന് പറയുന്നത്. അതായത് പ്രൊട്ടക്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഡോക്യുമെന്റിന് എന്ത് കൊടുക്കാം? പാസ്വേഡ് കൊടുത്ത് പ്രൊട്ടക്ട് ചെയ്യാം. ക്ലിയർ ആണോ? അപ്പൊ അങ്ങനെ അതെന്താണ്? സെക്യൂരിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നതാണ് അല്ലെ. നമ്മുടെ ഡോക്യുമെന്റിനെ പാസ്വേഡ് കൊടുത്ത് എന്ത് ചെയ്യാം? പ്രൊട്ടക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഓരോ ജോബ് റോളുകൾക്ക് അനുസരിച്ച്, അതായത് യൂസറിന് ഓരോ ജോബ് റോൾ ഉണ്ടായിരിക്കും. അതായത് ഡിസൈനർ ആണോ, ഡെവലപ്പർ ആണോ, യൂസർ ആണോ, അഡ്മിൻ ആണോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതിനനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഡോക്യുമെന്റിൽ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എഡിറ്റിംഗ് റെസ്ട്രിക്ട് ചെയ്യാം, കണ്ടന്റ് എഡിറ്റ് ചെയ്യുന്നത് റെസ്ട്രിക്ട് ചെയ്യാം, പിന്നെന്താ ഫോർമാറ്റിംഗ് ചെയ്യുന്നത് റെസ്ട്രിക്ട് ചെയ്യാം,
മോഡിഫൈ ചെയ്യുന്നത് റെസ്ട്രിക്റ്റ് ചെയ്യാം. ഇതൊക്കെ ഓരോ ജോബ് റോളിനനുസരിച്ച് റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മളുടെ കമ്പ്യൂട്ടർ ഡോക്യുമെന്റിന്റെ വേർഡ് ഡോക്യുമെന്റിന്റെ പ്രൊട്ടക്ഷൻ ആണ്, പാസ്വേഡ് കൊടുത്തൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആ ഒരു കണ്ടന്റുകളാണ് പ്രൊട്ടക്ട് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിനകത്ത് ഉള്ളത്. ക്ലിയർ ആണോ? പാസ്വേഡ് പ്രൊട്ടക്ഷൻ ഒക്കെ എവിടുന്നാണ് എടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടുന്നാണ്? റിവ്യൂ ടാബിലെ പ്രൊട്ടക്ട് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്നാണ്. നെക്സ്റ്റ് വരുന്നതാണ് കമ്പയർ ഡോക്യുമെന്റ്. അതായത് നമ്മളിപ്പോ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ടോപ്പിക് അതിനെക്കുറിച്ച് ഞാൻ ജനുവരിയിൽ ഒരു കണ്ടന്റ് എഴുതി, ആദ്യമായിട്ട് ഒരു കണ്ടന്റ് എഴുതി. ഫെബ്രുവരിയിൽ എന്ത് ചെയ്തു? ആ കണ്ടന്റിലെ പല ഇടങ്ങളിലും ഞാൻ മോഡിഫൈ ചെയ്തു. മാർച്ചിൽ അത് ഒന്നുകൂടെ മോഡിഫൈ ചെയ്തു. അപ്പൊ ഗ്ലോബൽ വാർമിംഗ് എന്നുള്ള ടോപ്പിക്കില് ഞാൻ എഴുതിയിട്ടുള്ള ഏതൊക്കെയുണ്ട്? ഞാൻ എഴുതിയിട്ടുള്ള ടോപ്പിക്കുകൾ തന്നെ 3 ഡോക്യുമെന്റ് ഉണ്ട്. അപ്പൊ ഈ കമ്പയറിൽ തന്നെ 2 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. കമ്പയർ എന്ന് പറയുന്ന ഓപ്ഷനും അതുപോലെ തന്നെ കമ്പൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ. കമ്പയർ എന്ന് പറയുന്ന ഓപ്ഷൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോക്യുമെന്റിന്റെ ഡിഫറെന്റ് വേർഷൻസ് കമ്പയർ ചെയ്യുന്നു. മനസ്സിലായോ? ഒരു ഡോക്യുമെന്റിന്റെ തന്നെ ഡിഫറെന്റ് വേർഷൻസ് ആണ് കമ്പയർ ചെയ്യുക. അതായത് ഗ്ലോബൽ വാർമിംഗിന്റെ ഈ 3 വേർഷൻസിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. മനസ്സിലായോ? കമ്പൈൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഡോക്യുമെന്റിനെ ഒരു ഡോക്യുമെന്റ് ആക്കാം, സിംഗിൾ ഡോക്യുമെന്റ് ആക്കുന്നു. ക്ലിയർ ആണോ? സോ കമ്പയർ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് 2 ഓപ്ഷൻ ഉണ്ട്, കമ്പയർ അതുപോലെ തന്നെ കമ്പൈൻ. കമ്പൈൻ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഡോക്യുമെന്റിനെ സിംഗിൾ ഡോക്യുമെന്റ് ആക്കുന്നു. ഇതെന്താ ചെയ്യണേ? ഒരു ഡോക്യുമെന്റിന്റെ തന്നെ പല വേർഷൻസിനെ കമ്പയർ ചെയ്യുന്നു. അതിന് 2 ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് ചേഞ്ച് എന്ന് പറയുന്ന കാര്യം. ചേഞ്ച് എന്ന് പറയുന്നതിനകത്ത് നമ്മൾ ഈ കമന്റോ അങ്ങനെയുള്ള ട്രാക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കണ്ടന്റുകളാണ് കാണിക്കുക. അതായത് റിവിഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുക. അതായത് ഇവിടെ ഗ്രൂപ്പ് മാത്രമേ കൃത്യമായിട്ട് പഠിക്കാനുള്ളൂ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ട്രാക്കിംഗ്. ട്രാക്കിങ്ങിനകത്ത് നമ്മൾ പഠിക്കേണ്ടതാണ് ഒന്ന് ട്രാക്ക് ചേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ. പിന്നെ വരുന്നതാണ് ബലൂൺ എന്ന് പറയുന്ന ഓപ്ഷൻ. ഓക്കെ, സോ ട്രാക്ക് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവിഷൻ വി ഹാവ് മെയ്ഡ്. അതായത് നമ്മൾ ഒരു ഡോക്യുമെന്റ്, ഇപ്പൊ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെന്റ് ഞാൻ എഴുതി, എന്നിട്ട് ഞാൻ അതെന്റെ ടീച്ചറിന് സബ്മിറ്റ് ചെയ്തു. അപ്പൊ ഇന്ന ഭാഗത്ത് തിരുത്തലുകൾ വേണം, കൂട്ടിച്ചേർക്കൽ വേണോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് റിട്ടേൺ കിട്ടി. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെന്റിൽ എന്തൊക്കെ റിവിഷൻസ് ആണ് നടത്തിയിട്ടുള്ളത്, എന്തൊക്കെ കണ്ടന്റുകൾ ഡിലീറ്റ് ചെയ്തു, ആഡ് ചെയ്തു, ഫോർമാറ്റിംഗ് എന്തൊക്കെ മാറ്റം വരുത്തി, പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ മോഡിഫൈ ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് നമ്മളൊരു ഡോക്യുമെന്റിൽ ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ബോൾഡ് ആക്കുന്നത്, ഇറ്റാലിക് ആക്കുന്നത്, ഡിലീറ്റ് ചെയ്യുന്നത്, ബാക്ക് സ്പേസ് ചെയ്യുന്നത്, ഇതെല്ലാം റെക്കോർഡിക്കലി ഇങ്ങനെ കീപ്പ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ലിസ്റ്റുകളാണ് ട്രാക്ക് ചേഞ്ചിൽ കാണിക്കുക. എവിടെയൊക്കെ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ട്രാക്ക് ചേഞ്ചിൽ കാണിക്കുക. ഇനി ബലൂൺ എന്ന് പറയുന്നത് ആക്ച്വലി കമന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്നതാണ്. ഒരു ഡോക്യുമെന്റിൽ എന്തൊക്കെ ആവശ്യങ്ങൾ വേണമെന്ന് പറഞ്ഞ് ഒരാൾ തിരിച്ചെഴുതി തരുന്നത്, ഇപ്പൊ റിട്ടേൺ തരുമ്പോൾ ഇന്ന കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ കമന്റ് ചെയ്യുക എന്നാണ് പറയുക. അങ്ങനെ ചെയ്തിട്ടുള്ള കമന്റുകൾ എവിടെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് കാണിച്ചു തരാൻ സഹായിക്കുന്നതാണ് ബലൂൺ. റൈറ്റ് എൻഡിലായിട്ടാണ് കാണിക്കുക. ഡോക്യുമെന്റ് ഏരിയയുടെ റൈറ്റ് എൻഡിലായിട്ടാണ് ഇത് കാണിക്കുക. ക്ലിയർ? റെഡ് സിംഗിൾ ലൈനും അതിനകത്തൊരു കോൾ ഔട്ട് സിമ്പിളൊക്കെയാണ് ഉണ്ടാവുക. ഓക്കെ, സോറി, റെഡ് സിംഗിൾ ലൈൻ വിത്ത് കോൾ ഔട്ട് എന്നൊക്കെ ആലോചിക്കുക. അത് അത്ര ഡീറ്റെയിൽ അല്ല, കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല. സോ കമന്റുകൾ എവിടേക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാൻ, കമന്റ് മീൻസ് റിവിഷൻസ് എന്ന് തന്നെ ആലോചിക്കുക.
അതായത് നമ്മുടെ ഡോക്യുമെന്റിനകത്ത് അപ്ഡേറ്റഡ് ആക്കേണ്ട കണ്ടന്റുകൾ, ഡിലീറ്റ് ആക്കേണ്ട കണ്ടന്റുകൾ, അതൊക്കെ നമ്മുടെ ഹയർ അതോറിറ്റി നമുക്ക് ഇങ്ങനെ കമന്റുകളായിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും. ഈ ഒരു കണ്ടന്റ് ഡിലീറ്റ് ചെയ്യണം എന്നുള്ള കമന്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ബലൂൺ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ കമന്റ് എന്താണെന്ന് പറഞ്ഞു. നമുക്ക് വരുത്തേണ്ട മാറ്റങ്ങൾ, കൂട്ടിച്ചേർക്കലുകളൊക്കെ ഡോക്യുമെന്റിൽ തന്നെ കാണിക്കും. ഇവിടെ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഹയർ അതോറിറ്റിക്ക് നമുക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റും. അങ്ങനെയുള്ള കണ്ടന്റിനെ നമ്മൾ കമന്റുകളായിട്ടാണ് ആഡ് ചെയ്യുക എന്നുള്ളത് ഓർക്കുക. ട്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെന്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നു എന്നുള്ളതിന്റെ ഒരു ലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് തന്നെ ബലൂൺ എന്ന് പറയുന്നത് കമന്റിന്റെ ലിസ്റ്റിംഗ് എടുക്കാൻ സഹായിക്കുന്നതാണ്. അപ്പൊ ഈ 5 ഗ്രൂപ്പ് എന്ന് പറയുന്നത് സിമ്പിൾ ആണ്, പഠിക്കാൻ എളുപ്പമാണ്. റിവ്യൂ ടാബിന്റെ കിങ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ പറയുന്ന പ്രൂഫിംഗ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. ആക്ച്വലി പ്രൂഫിങ്ങിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ എടുത്തിട്ടുള്ളതാണ്, എന്നിരുന്നാലും എടുക്കാം. സോ പ്രൂഫിംഗ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് വരുന്ന കണ്ടന്റുകളാണ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ, റിസർച്ച്, തെസറസ്, ട്രാൻസ്ലേറ്റ്, സ്ക്രീൻ ടിപ്പ്, സെറ്റ് ലാംഗ്വേജ്, വേർഡ് കൗണ്ട്. ആദ്യത്തെയാണ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ. അതായത് നമ്മളുടെ ഡോക്യുമെന്റിൽ സ്പെല്ലിംഗ് എറർ ഉണ്ടോ, ഗ്രാമർ എറർ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ. സ്പെല്ലിംഗ് എറർ ഉണ്ടെങ്കിൽ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ റിപ്പീറ്റഡ് വേർഡ് ഉണ്ടെങ്കിൽ എന്ത് കളർ ആയിരിക്കും, റെഡ് വേവി അണ്ടർലൈൻ ആയിരിക്കും. ഓക്കെ, റെഡ് വേവി അണ്ടർലൈൻ ആയിരിക്കും. ഗ്രാമർ മിസ്റ്റേക്ക് ആണെങ്കിൽ, ഗ്രാമർ മിസ്റ്റേക്ക് ആണെങ്കിൽ എന്താണ്, ഗ്രീൻ അണ്ടർലൈൻ ആയിരിക്കും, ഗ്രീൻ വേവി അണ്ടർലൈൻ ആയിരിക്കും. ഇനി സെന്റൻസ് കൺഫ്യൂഷൻസ്. സെന്റൻസ് കൺഫ്യൂഷൻസ് എന്ന് പറയുമ്പം നമ്മളിപ്പോൾ ഒരു സെന്റൻസ് എഴുതിക്കൊണ്ടിരിക്കുമ്പം നമ്മൾക്ക് ഈ വെതർ ആണ് ഉപയോഗിക്കേണ്ടത്, കാലാവസ്ഥ എന്നുള്ള വെതർ ആയിരുന്നു ഉപയോഗിക്കേണ്ടത്. പകരം നമ്മൾ ഈ വെതർ യൂസ് ചെയ്തു. അപ്പൊ കമ്പ്യൂട്ടറിന് എന്ത് വന്നു, കൺഫ്യൂഷൻസ് വന്നു. ഇത് ഇങ്ങനെയാണോ എന്നുള്ള കൺഫ്യൂഷൻ വന്നു. അങ്ങനെ വരുന്ന സെന്റൻസ് സ്ട്രക്ചർ കൺഫ്യൂഷൻസിനാണ് നമ്മൾ ബ്ലൂ വേവി അണ്ടർലൈൻ, വേർഡിന്റെ കാര്യമാണ് പറയണത്. ബ്ലൂ വേവി അണ്ടർലൈൻ വേർഡ് 2007 വേർഷന്റെ കാര്യമാണ് പറയണത്. പല വേർഷൻസിൽ വ്യത്യാസമുണ്ട്. 2007 ആണ് എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ റെഡ് അണ്ടർലൈൻ എന്തിനൊക്കെയാണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്കിനും റിപ്പീറ്റഡ് വേർഡിനും വേണ്ടിയിട്ടാണ് റെഡ് അണ്ടർലൈൻ, ഗ്രാമർ മിസ്റ്റേക്കിന് വേണ്ടിയിട്ടാണ് ഗ്രീൻ അണ്ടർലൈൻ, സെന്റൻസ് സ്ട്രക്ചർ കൺഫ്യൂഷന് വേണ്ടിയിട്ടാണ് ബ്ലൂ വേവി അണ്ടർലൈൻ വരുന്നത്. ക്ലിയർ ആയിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇനി ഇതിന്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു, F7 ആണ് സ്പെൽ ചെക്ക് അല്ലേ. സ്പെൽ ചെക്കിന്റെ ഷോർട്ട് കട്ട് ആണ് F7. ഇനി റിസർച്ച് എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഡോക്യുമെന്റില് എന്തെങ്കിലും ഒരു വാക്ക്, ആ വാക്കിനെ കുറിച്ച് വിശദമായിട്ടുള്ള കണ്ടന്റുകൾ അറിയണം എന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ റിസർച്ച് എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. റിസർച്ച് എന്ന് പറഞ്ഞ ബട്ടൺ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ ഞാൻ എൻ്റെ വേർഡില് എന്താണ് എന്തെങ്കിലും ഒരു വാക്ക് എഴുതി, വർക്ക് എന്നുള്ളൊരു വാക്ക് എഴുതി എന്ന് വെക്കാം. ഇപ്പുറത്തേക്ക് സെന്റൻസ് ഉണ്ട്. എനിക്ക് ഈ വർക്ക് എന്ന് പറയുന്നതിന്റെ മീനിങ്, അതിന്റെ സിനനം, അതിന്റെ ആന്റിനം, അത് ഏത് ലാംഗ്വേജ് ആണ്, മറ്റ് ലാംഗ്വേജുകളിൽ അത് എന്തൊക്കെയാണ് പറയുക, അങ്ങനെ മൊത്തത്തിലുള്ളൊരു എൻസൈക്ലോപീഡിയ അല്ലെങ്കിൽ ഡിക്ഷണറി പോലെ എനിക്ക് കാണണമെന്ന് വെക്കാം. അപ്പൊ നമ്മളൊരു ഡോക്യുമെന്റ് വായിച്ചു നോക്കുന്ന സമയത്ത് നമുക്കൊരു എണ്ണത്തിന്റെ അർത്ഥം അറിയില്ല. ആ സിറ്റുവേഷനിലും ഇത് യൂസ് ചെയ്യാം. അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെയാണ് നമ്മൾ ഒരു കണ്ടന്റിനെ പറ്റി, ഒരു വേർഡിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള അതിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് റിസർച്ച്, എൻസൈക്ലോപീഡിയ, ഡിക്ഷണറി ഒക്കെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് റിസർച്ച് എന്ന് പറയുന്ന ബട്ടൺ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഷോർട്ട് കട്ട് അറിഞ്ഞിരിക്കണം, ഓൾട്ട് പ്ലസ് ക്ലിക്ക്. അതായത് ഞാനിപ്പോ ഈ ചേഞ്ച് എന്ന് പറയുന്നിടത്ത് ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തു എന്ന് വെക്കാം. ഓക്കെ, ഇങ്ങനെ ഞാൻ ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചേഞ്ച് എന്ന് പറയുന്ന കാര്യവുമായി ബന്ധപ്പെട്ട എല്ലാ ഡിക്ഷണറിയിലുള്ള കണ്ടന്റുകളും നമ്മുടെ എവിടെ വരും, റൈറ്റ് എൻഡിലായിട്ട് നമ്മുടെ മെയിൽ മെർജ് വിസാർഡ് വരുന്ന അവിടെ തന്നെ എന്ത് വരും, ആ സൈഡിൽ തന്നെ എന്ത് വരും, ഇങ്ങനെ കാണിക്കും. അപ്പൊ റിസർച്ച് എടുക്കുന്നതിനുള്ള ഷോർട്ട് കട്ട് ആണ് ഓൾട്ട് ക്ലിക്ക് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓൾട്ട് പ്ലസ് ക്ലിക്ക് ദാറ്റ് വേർഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് തെസറസ്. തെസറസ്
ആക്ച്വലി എന്താണ്, സിനനംസ് ആണ് കാണിക്കുക. സിനനംസ് ആന്റണിംസ് ആണ് കാണിക്കുക. ഇതിന്റെ ഷോർട്ട് കട്ട് ആണ്, അതായത് വിപരീതം, പര്യായം, ആ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുക. സോ അതിന്റെ ഷോർട്ട് കട്ട് ആണ് ഷിഫ്റ്റ് F7. ഓക്കെ, സ്പെൽ ചെക്കിൻ്റെത് എന്തായിരുന്നു, F7. അപ്പൊ ഈ 3 ഷോർട്ട് കട്ടുകൾ കൃത്യമായിട്ട് ആലോചിക്കുക. റിസർച്ച് ഒന്നുകൂടെ നോക്കുക, അത് ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും, ഞാൻ ഇതിനു മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല. ഓക്കെ, ദെൻ ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജുകൾ ചേഞ്ച് ചെയ്യാം. സെറ്റ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജുകൾ മാറ്റി ലാംഗ്വേജ് സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടന്റിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ ആയിട്ടാണ് അത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ സ്ക്രീൻ ടിപ്പ് എന്ന് പറയുന്നതാണ് നെക്സ്റ്റ്. അതായത് നമ്മളൊരു പെർട്ടിക്കുലർ വേർഡിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൂളിനെയൊക്കെ അപ്രോച്ച് ചെയ്യുന്ന സമയത്തോ അതിന്റെ ഡീറ്റെയിലിങ്ങിനെ കുറിച്ച് കാണിക്കുന്ന ഒരു മെസ്സേജ് പോലെ ഒരു പ്രോംപ്റ്റ് കാണിക്കാറുണ്ട് അല്ലെ. ഒരു ചെറിയൊരു എന്താണ്, ഒരു റെക്ടാങ്കുലർ ബോക്സിനകത്ത് എന്തൊക്കെയോ കണ്ടന്റുകൾ എഴുതി കാണിക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും കാണിക്കണമെന്നുണ്ടെങ്കിലാണ് സ്ക്രീൻ ടിപ്പ് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് ലാംഗ്വേജ് സെറ്റ് ചെയ്യാം. അതായത് ഇപ്പം ഇംഗ്ലീഷ് എന്നുള്ളത് US ഇംഗ്ലീഷ് മാറ്റി UK ഇംഗ്ലീഷോ ഇന്ത്യൻ ഇംഗ്ലീഷോ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ട്രാൻസ്ലേറ്റ് എന്ത് ചെയ്യാണ്, നമ്മളുടെ കണ്ടന്റിനെ മറ്റ് ലാംഗ്വേജുകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. ഇനി വേർഡ് കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര വേർഡ്സ് എഴുതി, ഡോക്യുമെന്റിൽ എത്ര വേർഡ്സ് എഴുതി എന്നുള്ള ഓപ്ഷനാണ് വേർഡ് കൗണ്ടിലുള്ളത്. വേർഡ് മാത്രമല്ല, എത്ര സെന്റൻസ് ഉണ്ട്, ലൈൻ ഉണ്ട്, ക്യാരക്ടർ ഉണ്ട്, പാരഗ്രാഫ് ഉണ്ട് എന്നുള്ള ഓപ്ഷൻസും ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ റിവ്യൂ ടാബിനകത്തെ പ്രൂഫിംഗ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്നത്. പിന്നെ കമന്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ട്രാക്ക് ചേഞ്ചിങ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള കണ്ടന്റ്. പ്രൂഫിങ്ങിന്റെ വീഡിയോ ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, നിങ്ങൾ അത് കാണുക. അതിൽ ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള 2-3 കണ്ടന്റുകൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ പ്രൂഫിംഗ് ഗ്രൂപ്പിനെ നമുക്ക് സ്റ്റേറ്റസ് ബാറിൽ കാണാൻ പറ്റും. സ്റ്റേറ്റസ് ബാറിൽ അതിന്റെ ഫംഗ്ഷനിങ് കുറച്ച് ഡിഫറെന്റ് ആണ്, അത് എങ്ങനെ ഇരിക്കണേ എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്, എക്സാമിൽ വരുന്നതാണ്. സോ ഈ വീഡിയോയുടെ കൂടെ പ്രൂഫിംഗ് എന്ന് പറഞ്ഞ ആ വീഡിയോ കൂടെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് വന്നോളും. അപ്പൊ ഇത്രയാണ് റിവ്യൂ ടാബിനെ കുറിച്ച് പറയാനുള്ളത്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മളുടെ വേർഡിന്റെ ലാസ്റ്റ് ക്ലാസ് ആണ് വ്യൂ ടാബിനെ കുറിച്ചാണ് പറയുക. സോ അതും കൂടെ കഴിയുമ്പോൾ നമ്മുടെ 2007 വേർഡ് നമ്മൾ കംപ്ലീറ്റ്ലി പഠിച്ചു. നമ്മൾ പിന്നെയും മലയുടെ അടിവാരത്തെത്തി. സോ നമ്മൾ വേർഡ് വൈൻഡപ്പ് ചെയ്യുവാണ്. അടുത്ത ക്ലാസ്സോടുകൂടി വേർഡ് വൈൻഡപ്പ് ചെയ്യുന്നതാണ്. സോ ഞാൻ പറയാറില്ല സാധാരണ രീതിയിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ എന്നൊക്കെ. നിങ്ങൾക്ക് ഈ ക്ലാസ് വാല്യുബിൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും മെച്ചം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എനിക്കിങ്ങനെ പറയുന്നതിനൊക്കെ എന്തൊക്കെ ഒരു ചമ്മൽ പോലെയാണ്, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫൈൻ, താങ്ക് യു, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.